ബംഗ്ലാദേശിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗ് മത്സര രംഗത്തില്ല. മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഖലീദ സിയ എന്ന രാഷ്ട്രീയ നേതാവിന്റെ പാർട്ടിയാണ് ഇത്തവണ യൂനസിനെതിരെ മത്സര രംഗത്തുള്ളത്. എന്നാൽ യൂനസ് ആകട്ടെ പല കുതന്ത്രങ്ങളും മെനയുകയാണ് ഇവരെ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നൽകിക്കൊണ്ട് തന്നെ അവിടെ വിജയം നേടാൻ വേണ്ടി. ഇത്തവണ ഖലീദ സിയ എന്ന രാഷ്ട്രീയ നേതാവിന്റെ മകനായ താരിഖ് സിയ ലണ്ടനിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് മടങ്ങി വരുന്നത് തടയാൻ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന കലാപവും അരാജകത്വവും നടത്തുകയാണ് ഇവർ ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി 12 ബംഗ്ലാദേശിൽ നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് പ്രധാന പാർട്ടികളൊന്നും തന്നെ ഉണ്ടായിരിക്കരുത് എന്ന മുഹമ്മദ് യൂനസും അവിടെ പാകിസ്ഥാനും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ശക്തികളും കരുതുന്നു എന്നതാണ് വിലയിരുത്തലായി തന്നെ പുറത്തു വരുന്നത്. അതായത് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ കലാപങ്ങളെല്ലാം തന്നെ ആസൂത്രിതമായി ചെയ്തതാണ് എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇതിനു മുൻപേ ഈ കലാപങ്ങൾക്ക് പിന്നിൽ IS ആണ് എന്ന വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു. മാത്രമല്ല യൂനസ് ആകട്ടെ അവിടെ വലിയ ശക്തിയായി ഉയരാനുള്ള ശ്രമങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ, അതായത് ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിന് ശേഷം അവിടെ വൻ ശക്തിയാകാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുകയാണ് എന്നതാണ് വിലയിരുത്തലായി വരുന്നത്.